മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിൽ ഇരിട്ടിയിൽ ദിനേന തിരക്കേറുകയാണ്. വാഹന തിരക്കും വർദ്ധിച്ചു വരുന്നു. പക്ഷേ പാർക്കിംഗ് സംവിധാനം കാര്യക്ഷമമല്ലാത്തത് നഗരത്തിൽ പലപ്പോഴും ഗതാഗത കുരുക്കിനുൾപ്പെടെ കാരണമാവുന്നു. വാഹനങ്ങൾ തിരക്കേറിയ ഭാഗങ്ങളിൽ പോലും തോന്നിയപടിയാണ് പാർക്കിംഗ്. കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമായി പ്രത്യേകം നിശ്ചയിച്ച സ്ഥലത്ത് മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത് നിത്യസംഭവം. നോ പാർക്കിംഗ് ബോർഡിന് തൊട്ടുതന്നെ ഉണ്ടാവും വാഹനങ്ങൾ. അശ്രദ്ധമായ പാർക്കിംഗ് ഗതാഗത കുരുക്കിന് കാരണമാവുക മാത്രമല്ല, വ്യാപാര സ്ഥാപനങ്ങളെയും ബാധിക്കുന്നു. ഈ പാർക്കിങ്ങിൻ്റെ പ്രശ്നമാണ്. രാവിലെ കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ ഈ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് ബൈക്കും മറ്റുള്ളതും പുറത്തുനിന്നുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് പോക്കാം. ഒരു തീരെ അശ്രദ്ധമായ രീതിയിൽ കടകളുടെ മുമ്പിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കടയിലേക്ക്, ഇവിടെ ഇപ്പം ജനൌഷധി പോലുള്ള സ്ഥാപനങ്ങൾ പ്രായമായ ആൾക്കാർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന കുറേ, അവർക്ക് ഒരു വണ്ടി നിർത്തി ഒരു മരുന്ന് മേടിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. കാരണം വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് അവർ രാവിലെ കൊണ്ട് വെച്ചിട്ട് രാത്രി 8 മണിക്കൊക്കെ എടുത്തിട്ട് പോകുന്നത്. അപ്പം ഒരു കടയിലേക്ക് ഒരു കസ്റ്റമറിന് വരാൻ പറ്റാത്ത സ്ഥിതി. പിന്നെ എപ്പോഴും ട്രാഫിക്, പിന്നെ ഇത് കാരണം ഒരാൾക്ക് ഒരു വാഹനം നിർത്താനോ മറ്റുള്ള കാര്യങ്ങൾക്കോ കഴിയുന്നില്ല. അപ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി എടുക്കണമെന്ന് പോലീസ് ഇടയ്ക്ക് വന്ന് ഇതുവഴി ഇങ്ങനെ പോകുമ്പം കാണുന്ന വണ്ടികൾ പിന്നെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം രാവിലെ വന്ന് ഇവിടുത്തെ അവസ്ഥ ഇതാണല്ലോ. ഒന്നിയിൽ വീരാജുപേട്ട കർണാടകത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ വൺ സൈഡ് പാർക്കിംഗ് ആക്കി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളിരിക്കും. അവിടെയൊക്കെ ചെറിയ റോഡുകളാണ്, പക്ഷേ വൺ സൈഡ് പാർക്കിംഗ് ആണ്. അപ്പം ഒരു മാസത്തിൽ 15 ദിവസം ഒരു സൈഡും 15 ദിവസം മറ്റൊരു സൈഡും ആവണമെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഞാനവിടെ 2 കൊല്ലത്തോളം കച്ചവടം ചെയ്തുകൊണ്ട് പറയുന്ന, അപ്പം അങ്ങനെ ഒരു പരിഹാരം ബുദ്ധിമുട്ടുണ്ടാകുന്ന വ്യാപാരികളാണ്. കാരണം വ്യാപാരികൾക്ക് ഒരു വണ്ടികൾ ഇപ്പോൾ പല ആൾക്കാരും വണ്ടികൾ ഇപ്പോൾ ഉള്ളോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് റോഡ് സൈഡിൽ പിന്നെ കുറച്ച് മാറിയിട്ടൊക്കെ വാഹനങ്ങൾ നിർത്തി സാധനം മേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കിപ്പോൾ ടൗണിൽ, ഇരിട്ടി ടൗണിനെ സംബന്ധിച്ചിടത്തോളം കുറേ വാഹനങ്ങളുണ്ട്, ഒരു കടയിലും ആളില്ല. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം ഇതിനെക്കുറിച്ച് വേറൊന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു വർഷം കൂടുമ്പോൾ മുനിസിപ്പാലിറ്റി തലത്തിൽ ഒരു അനൗൺസ്മെൻ്റൊക്കെ പോകും. 2 ദിവസം അത് നിലനിൽക്കും, 3-ാം ദിവസം അത് വീണ്ടും പഴയ സിസ്റ്റത്തിലേക്ക് വരും. അത് കുറേ പ്രാവശ്യമായിട്ട് ഇരിട്ടിയിൽ നടക്കുന്നതാണ്. കാരണം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇവരൊരു അനൗൺസ്മെൻ്റൊക്കെ പോയിട്ട് വാഹനം മാറ്റി വെക്കണം എന്നൊക്കെ പറയും. ഇത് പ്രാബല്യത്തിൽ വരുത്താൻ ഇതുവരെ ഇരിട്ടി മുനിസിപ്പാലിറ്റിക്ക് കഴിവില്ല. ഇത് മുനിസിപ്പാലിറ്റിയും പോലീസും ഇടപെട്ടിട്ട് ഇത് 2 ദിവസം നടക്കും, 3-ാമത്തെ ദിവസം ഇത് പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ പോകും. അത് ഈ മുനിസിപ്പാലിറ്റിക്ക് ഇതിന് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത് ഇവിടെയുള്ള ആൾക്കാരല്ല ഇവിടെ വാഹനങ്ങൾ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം പുറത്തുള്ളവർക്കൊന്നും ഇവിടുത്തെ ട്രാഫിക് പരിഷ്കരണമോ കാര്യങ്ങളോ അറിയുന്നില്ല. പുറത്തിപ്പം ഉളിക്കൽ, പിന്നെ ചെമ്പേരി ഭാഗത്ത്, പിന്നെ ഇരിക്കൂർന്നൊക്കെ വരുന്നവർ ഇവിടെ നടക്കുന്ന ട്രാഫിക് പരിഷ്കരണം അറിയുന്നില്ല. അപ്പം അവർ വെച്ചിട്ടങ്ങ് പോവും. പിന്നെ അതുമാത്രമല്ല, രാവിലെ പിന്നെ ഏകദേശം ഞാനൊരു 7 മണിയാകുമ്പോൾ കടയിലെത്തുന്നതാണ്. അപ്പം ഈ ശുചീകരണ തൊഴിലാളികൾക്ക് മര്യാദയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ടൗണാണ് ഇരിട്ടി. അപ്പം അവർക്ക് ഈ മര്യാദയ്ക്ക് അടിച്ചു വാരാൻ പറ്റാത്ത സാഹചര്യം. രാവിലെ കാർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തു പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ വേസ്റ്റ് ഉണ്ടാവും. കാരണം അവർ പരമാവധി നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഇങ്ങനെ അവിടെ തൊട്ട് പള്ളീൻ്റെ അവിടെ തൊട്ട് ഇങ്ങോട്ട് സ്കൈ, പിന്നെ ജ്വല്ലറി വരെയുള്ള വാഹനങ്ങൾ ഇട്ട് പോകുമ്പോൾ രാവിലെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പം വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ടാണ്, പാർക്കിങ്ങുള്ള സൗകര്യങ്ങളില്ല, ടൗണിൻ്റെ ഇത് കൊണ്ടാണ്. അതാണ് ഈ കച്ചവടം കാര്യങ്ങൾ മാറിപ്പോകുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് വാഹനവുമായി ടൗണിലെത്തുന്നവർ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ പലപ്പോഴും നിസ്സഹായരാണ്. നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് തലങ്ങും വിലങ്ങും വാഹനം പാർക്ക് ചെയ്തു പോകുന്നവരും കുറവല്ല. മുനിസിപ്പാലിറ്റിയും പോലീസും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. നഗരസഭയുടെ പാർക്കിംഗ് സംവിധാനം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഉണ്ടെങ്കിലും അതും പരിമിതമാണ്.